ഒത്തിരി മോട്ടിവേഷൻ ടോക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ മോട്ടിവേഷൻ ടോക്കിലൂടെ പലരും പറഞ്ഞു തരാറുണ്ട്. എങ്ങനെ ഒരു ലൈഫിൽ സക്സസ്ഫുൾ ആകാമെന്ന് യേശുവിൻ്റെ മോട്ടിവേഷൻ ടോക്കാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. യേശു 3 പോയിൻ്റാണ് ഇന്നത്തെ ഗോസ്പലിലൂടെ ലൈഫിന് സക്സസ്സിന് വേണ്ടി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നല്ലൊരു സക്സസ്ഫുൾ ലൈഫിന് നിങ്ങൾ നല്ല ഗുരുവിനെ തിരഞ്ഞെടുക്കണം. ആരെ നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഗുരു എന്ന വാക്കിനർത്ഥം പ്രകാശമുള്ളവരെന്നാണ്, വെളിച്ചമുള്ളവരെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുവനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നത് വെളിച്ചമുള്ളവന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ വെളിച്ചമുള്ളവനെ നോക്കിയാണോ നിങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ ഗുരു ആരാണ്? ആരെ നോക്കിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് ഒത്തിരിയേറെ സാധ്യതകൾ ഈ ഭൂമിയിലുണ്ട്. ഒത്തിരിയേറെ മനുഷ്യരുമായി ഇടപെടാനുള്ള അവസരങ്ങളുമുണ്ട്. അവസരങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെ നോക്കിയാണ് മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? ആരെ നോക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഈ ഒരു സുവിശേഷയുടെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ പറയാവുന്ന ഒരു ഉത്തരമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നോക്കി നടക്കുക എന്നുള്ളതാണ്. ഒരു ജീവിതത്തിനിടയിൽ ഏതൊരു മനുഷ്യനും കടന്നു പോകാനുള്ള എല്ലാ സാധ്യതകളിലേയും ക്രിസ്തു കടന്നു പോയ ശേഷം മനുഷ്യരെ കുറച്ചും കൂടി ജീവിതത്തിൻ്റെ വിജയം പഠിപ്പിച്ച ക്രിസ്തു, അവനെ നോക്കി നമ്മളൊക്കെ നടക്കുന്നുണ്ടോ? നമ്മളുടെയൊക്കെ കാലടികൾ എങ്ങോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കുഞ്ഞു കഥയുണ്ടല്ലോ. കുറേ കുട്ടികൾ ഓട്ട മത്സരത്തിൽ നിൽക്കുമ്പോൾ ഒരുവൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഓടിത്തുടങ്ങി ഏറ്റവും അവസാനമാണ് അവൻ ട്രാക്ക് ഫിനിഷ് ചെയ്തത്. അവൻ്റെ അടുത്ത് ഓടി വന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നീ തോറ്റുപോയല്ലോ. ഉടനെ ആ കുഞ്ഞുകുട്ടി പറഞ്ഞത്, നമുക്കെല്ലാവർക്കും ഈ ഒരു ചിന്തയോട് ചേർത്ത് വയ്ക്കാം. ഞാൻ ജയിക്കാനല്ല പ്രാർത്ഥിച്ചത്, തോൽക്കുമ്പോൾ കരയാതിരിക്കാനാണ് പ്രാർത്ഥിച്ചത്. ഒരു സ്പിരിച്വാലിറ്റിയുടെ മാറ്റമാണ് ഒരു കുഞ്ഞിൻ്റെ വാക്ക്. നമ്മളൊക്കെ വിജയിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു പറയുന്നത്, ജീവിത വിജയമെന്ന് പറയുന്നത് ആരെയും തോൽപ്പിക്കലല്ല, കുറച്ചും കൂടി വിശ്വസ്തതയായിരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ഒരു ബലമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ത്രാണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ത്രാണി ഉണ്ടാക്കേണ്ട ഒരു ജീവിതത്തിനിടയിൽ ഓരോ മനുഷ്യരും കണ്ടെത്തേണ്ടത് ആരെ നോക്കിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു വളരെ മനോഹരമായി ഈ ഭൂമിയിൽ തോറ്റ ഒരാളാണ്. ആരുടെ മുമ്പിലാണ് അവൻ ജയിച്ചത്? ആരെയാണ് തോൽപ്പിച്ചത്? മനുഷ്യരുടെ മുമ്പിൽ പോലും തലകുനിച്ച് നിന്ന ഒരു മനുഷ്യപുത്രൻ പിന്നീട് ലോകത്തിന് മുഴുവനും ഗുരുവായി മാറിയെങ്കിൽ അത് തോൽവി എങ്ങനെ വിജയമാകാമെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. കുരിശിലെ മരണമായിരുന്നല്ലോ രക്ഷയ്ക്ക് കാരണമായത്. പലപ്പോഴും മനുഷ്യരെ തോൽപ്പിക്കുന്നതല്ല, മനുഷ്യരുടെ മുമ്പിൽ തോറ്റുപോകുന്നതാണ് പല വിജയങ്ങൾക്കും കാരണമാകുന്നത്. ജീവിതത്തിൽ രണ്ടാമതായിട്ടുള്ള ഒരു വിജയരഹസ്യമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണം. കുറച്ചും കൂടി എളുപ്പമുള്ളൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ശിഷ്യന്മാരൊക്കെ തങ്ങളുടെ നന്മ പ്രകടിപ്പിക്കുന്നവരാകണം. അതാണ് ഗോസ്പലിൽ 6-ാം അധ്യായം 43-45 വാക്യങ്ങൾ പറയുന്നത്. നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്ന പിതാവിൻ്റെ മക്കളുടെ സ്വഭാവം. പ്രിയമുള്ളവരെ, നമ്മളെവിടേക്കോ മറന്നു പോകുന്നത് ഈ വാക്കാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി നമ്മുടെ ഉള്ളിലെ നന്മ വരുന്നത് കൂടെയുള്ളവരോടുള്ള നന്ദിയുടെ വാക്കിലാണ്. എന്നും കിട്ടുന്ന സ്നേഹത്തിന് ഔദാര്യമാണെന്ന് കരുതി കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും കണ്ണുനീരിൻ്റെ ഫലമായിരിക്കും പുറപ്പെടുവിക്കുന്നത്. കൂടെ അതിരാവിലെ എഴുന്നേറ്റ് ഒരു അടുക്കളയ്ക്കകത്ത് ജീവിതം തീർക്കുന്ന ഭാര്യയോട് എത്ര പ്രാവശ്യമാണ് കൊള്ളാമെന്നും ചെയ്തു എന്ന ഈ ഭക്ഷണത്തിന് പോലും നിൻ്റെ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നും ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി നമ്മൾ പ്രകടമാക്കിയിട്ടുള്ളത്. ഒരായുസ് മുഴുവനും സ്വപ്നങ്ങൾ നൽകിയ മാതാപിതാക്കൾക്ക് നല്ല നിലയിലെത്തുമ്പോൾ എത്ര മക്കളാണ് ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പിന്നീട് ശിഷ്ടകാലം അവരെ പരിപാലിച്ചുകൊണ്ടും നന്ദി പറയാൻ സാധിക്കുന്നത്? എത്ര ബന്ധുമിത്രാദികൾക്കാണ് തൻ്റെ ജീവിതം കൊണ്ട് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്? വാക്കുകൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ട് ഓരോ മനുഷ്യരും ചെയ്തു തീർക്കേണ്ട ബാധ്യതയുടെ പേരാണ് നന്ദി. അങ്ങനെയാണെങ്കിൽ കൂപ്പുന്ന കരങ്ങൾ മാത്രമല്ല, വിരിച്ച കരങ്ങൾ പോലും നന്ദിയുടെ അടയാളമാണെന്ന് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കും. കുറച്ചും കൂടി നന്മ പ്രകടിപ്പിക്കുന്നവരും നന്മ ചെയ്യുന്നവരുമായിട്ട് നമ്മൾ മാറണം. മൂന്നാമതായിട്ട്, ഹൃദയം ദൈവത്തിൻ്റെ പീഠമാക്കി മാറ്റണം. സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ ആദരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ ആരെയാണ് നമ്മളൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ സൂക്ഷിക്കുന്ന ഓരോ മനുഷ്യർക്കും പിന്നീട് ആ ദൈവത്തെ മാത്രമേ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കാര്യം വളരെ വ്യക്തമാണ്. ആരൊക്കെയാണ് സുവിശേഷം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് ഈ ഭൂമിയിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു ബാധ്യത സുവിശേഷമാണ്. നല്ല വാക്കാണ്, പ്രിയപ്പെട്ടവരോട് പറയേണ്ട നല്ല വാക്ക്.
സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പോട്ടെ എന്നും സാരമില്ല എന്നും കൂടെയുണ്ടെന്നും ഒക്കെ പറയേണ്ട നല്ല വാക്ക്. ഇങ്ങനെ കുറ്റപ്പെടുത്തലല്ലാതെ ആരൊക്കെയാണോ ഒരു കുടുംബത്തിനകത്ത് നല്ല വാക്കുകൾ കൊണ്ട് മനോഹരമായ വീട് പണിയുന്നത്, അതൊക്കെ തിരുക്കുടുംബമാകാതിരിക്കുകയില്ല. നല്ലൊരു സക്സസ്ഫുൾ ലൈഫിന് ക്രിസ്തു നൽകുന്ന 3 മോട്ടിവേഷൻ പോയിൻ്റുകളും നമ്മുടെയൊക്കെ ജീവിതത്തെ കുറച്ചുകൂടി ബലമുള്ളതാക്കും. നല്ലൊരു ഗുരുവിനെ തിരഞ്ഞെടുത്ത് നന്ദിയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടാകും. ആ ക്രിസ്തുവിനെക്കുറിച്ച് അവർ സംസാരിക്കും. ഒരായുസ് മുഴുവനും നമ്മളെക്കുറിച്ച് നല്ലത് എന്ന് പറയാൻ ഇത് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണങ്ങളൊക്കെ മാറ്റപ്പെടും. കുറച്ചും കൂടി കാഴ്ചയുള്ള മനുഷ്യരും കുറച്ചും കൂടി വിശാല ഹൃദയമുള്ള മനുഷ്യരുമായി നമ്മൾ തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പാടിയിടും യേശുവിന, ജീവൻ പോകും നാൾ വരെയും ഞാൻ ജീവിക്കും യേശുവിന, ജീവൻ പോകും നാൾ വരെയും ഞാൻ പാടിയിടും യേശുവിന, ജീവൻ പോകും നാൾ വരെയും ഞാൻ ജീവിക്കും യേശുവിന, ജീവൻ പോകും നാൾ വരെയും. യേശുവേ നീ ഉന്നതൻ, യേശുവേ നീ വല്ലഭൻ, യേശുവേ നീ വലിയവൻ, അങ്ങേ പോലാരുമില്ല. യേശുവേ നീ ഉന്നതൻ, യേശുവേ നീ വല്ലഭൻ, യേശുവേ നീ വലിയവൻ, അങ്ങേ പോലാരുമില്ല. ഇസ്രായേലിൻ പരിപാലകൻ കാത്തിടുമേ അന്ത്യം വരെ, മയങ്ങിടാതെ ഉറങ്ങിടാതെ ഓരോ നാളും കാത്തതോർത്താ. ഇസ്രായേലിൻ പരിപാലകൻ കാത്തിടുമേ അന്ത്യം വരെ, മയങ്ങിടാതെ ഉറങ്ങിടാതെ ഓരോ നാളും കാത്തതോർത്താൽ. യേശുവേ നീ ഉന്നതൻ, യേശുവേ
ക്രൂശിൽ തകർന്നവനെ, എൻ പാപങ്ങൾ വഹിച്ചവനെ, ഇന്നലെയും ഇന്നുമെന്നും നിത്യദൈവം നീ മാത്രമേ. എനിക്കായി ക്രൂശിൽ തകർന്നവനെ, എൻ പാപങ്ങൾ വഹിച്ചവനെ, ഇന്നലെ